ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് തനി നാടൻ കറിയായ മുളോശ്യം ഉണ്ടാക്കാം. മുളോശ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ നാടൻ പടവലങ്ങ ഇട്ടൊരു മുളോശ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ മുളോശ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നീളത്തിലുള്ളൊരു നാടൻ പടവലങ്ങയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അടുത്തതായി മുളോശ്യത്തിന് പരിപ്പാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തു വച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പരിപ്പ് വേണമെങ്കിലും മുളോശ്യത്തിന് ഉപയോഗിക്കാം. ഞാനിവിടെ ഈ ഓറഞ്ച് നിറത്തിലുള്ള മസൂർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് നല്ലതുപോലെ കഴുകി ഇതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. ആദ്യം തന്നെ ഈ പടവലങ്ങ നമുക്കൊന്ന് ഒരുക്കിയെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ചുരണ്ടി കളയണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് നടുവേ ഒന്ന് പിളർന്നിട്ട് നമുക്ക് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. പടവലങ്ങയുടെ കുരു ഞാൻ കളയാറില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 1.5 ടൊമാറ്റോ ആണ്. ഇതും ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാധാരണ മുളോശ്യം ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ ചേർക്കാറില്ല. ടൊമാറ്റോ ചേർക്കുന്നതുകൊണ്ട് ഇതിന് ചെറിയൊരു പുളിപ്പ് സ്വാദുണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു വളരെ പ്ലെയിൻ കറിയായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ 2-3 പച്ചമുളകും കൂടെ നമുക്ക് കീറിയിടാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും ടൊമാറ്റോയും ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലോട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പ്രഷർ കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയിലോട്ട് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. പടവലങ്ങയും പരിപ്പും പാകത്തിന് വെന്തിട്ടുണ്ട്. പരിപ്പ് കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മാത്രം മതിയാവും. പടവലങ്ങയും കുഴഞ്ഞു പോകരുത്, കഷ്ണങ്ങളായിട്ടിരിക്കുന്നതാണ് മുളോശ്യത്തിൻ്റെ പാകം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ച മണം മാറാനായിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് 1 നുള്ളു കായവും കൂടെ ചേർത്ത് ഇളക്കി മുളോശ്യത്തിലോട്ട് ഒഴിക്കാം. വളരെ എളുപ്പത്തിൽ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു മുളോശ്യം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളും അറിയിക്കുക.